ഹായ് ഗേസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഇനാസ് കിച്ചൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗോ ചീസ് കേക്കാണ്. അപ്പോൾ നമുക്ക് മാംഗോൻ്റെ സീസണൊക്കെ ആകുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചീസ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുക. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ മാംഗോ ചീസ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ മാംഗോൻ്റെ സ്കിന്ന് കളയാം, എന്നിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മാംഗോൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, പ്യൂരി ആയിട്ട് എടുത്താൽ മതി. ഇനി നമുക്കൊരു 2 ബൗൾ എടുക്കുക. അതിലേക്ക് 2 ജെലാറ്റിന് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ജെലാറ്റിനും 1 ബൗളിലേക്ക് 1.5 ടീസ്പൂൺ ജെലാറ്റിനുമാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. എത്രയാണോ ജെലാറ്റിൻ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം കൊടുത്താൽ മതി. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ള ബിസ്ക്കറ്റാണ്. ഏത് തരം ബിസ്ക്കറ്റാണോ നമ്മുടെ കയ്യിലുള്ളത് ഏതെടുത്താലും കുഴപ്പമില്ല. ഇത് നന്നായിട്ടൊന്ന് പൊടിക്കണം. മിക്സിയിലിട്ട് പൊടിക്കേണ്ട, കൈയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഞാനിവിടെ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബട്ടറും ഈ ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടി നല്ലവണ്ണം മിക്സാക്കുക. എന്നിട്ട് നമുക്ക് കേക്ക് ഏത് ടിന്നിലാണോ കേക്ക് ചെയ്യുന്നത് ആ ടിന്നിലോട്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ കേക്കിൻ്റെ ടിന്നെടുത്ത് അതിൻ്റെ കുറച്ച് ഗ്രേസ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബിസ്ക്കറ്റും ബട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്യണം. നന്നായിട്ട് 1 ടീസ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ വെക്കണം. ഇനി ഞാൻ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ആ വിപ്പിംഗ് ക്രീമിലോട്ട് അടിച്ചു വെച്ച മാംഗോൻ്റെ പൾപ്പും 1/2 കപ്പ് ചീസും പിന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3ഉം 1/2 കപ്പ് വീതം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഈ സ്ട്രക്ചറിൽ കിട്ടണം. പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ജെലാറ്റിനും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടിച്ചിട്ട് നമുക്ക് ഈ കേക്ക് ബോളിലോട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അത് സെറ്റായതിന് ശേഷം ബാക്കിയുള്ള ജെലാറ്റിനും പിന്നെ ബാക്കി എടുത്ത് വെച്ച മാംഗോൻ്റെ പ്യൂരിയിലോട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് സെറ്റായി വന്ന ചീസ് കേക്കിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലായിടത്തും ആവുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതും 1/2 മണിക്കൂറോ 1 മണിക്കൂറോ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് 1/2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിയിൽ ബിസ്ക്കറ്റിൻ്റെ ലെയറും നടുവിൽ ചീസും മാംഗോവും വിപ്പിംഗ് ക്രീമും കൂടിയുള്ള കേക്കും മുകളിൽ മാംഗോ ആയിട്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെയാണ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാം. പിന്നെ നല്ല ടേസ്റ്റിയുള്ള നല്ല അടിപൊളി നല്ലൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. വീഡിയോസ് എല്ലാവരും ലാസ്റ്റ് വരെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ്.